2 കൊരിന്ത്യർ 10 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പൗലോസിന്റെ ന്യായവധം. അടുത്തറിയിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ കർത്താവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട്. അവരെ ധീരമായി നേരിടണമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ജഡത്തിലാണെങ്കിൽ ജഡീക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരയുദ്ധങ്ങൾ ജഡീകമല്ല. ദുർമാർഗങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔചിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചെയ്തികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നതായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക. ആരെങ്കിലും താൻ ക്രിസ്ത്യനുള്ളതാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അവനെ പോലെ ക്രിസ്ത്യനുള്ളവനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനങ്ങളിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത്. എന്തെന്നാൽ ചിലർ പറയും, അവൻ്റെ ഈടുറ്റതും ശക്തവുമാണെന്ന്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അക്ഷത്വവും ഭാഷണവും മനസ്സിലേശാത്തതുമാണ്. അകലെ ആയിരിക്കുമ്പോൾ ലേഖനങ്ങളിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഈ കൂട്ടർ ധരിക്കട്ടെ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുല്യം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ. ഞങ്ങൾ അതിരു കടന്ന് ആത്മപ്രശംസ ചെയ്യുന്നില്ല. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടും. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈ എത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രേരണങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവ്വപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യൻ്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. 2 കൊരിന്ത്യർ 10 അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1 ചോദ്യം. 2 കൊരിന്ത്യർ 10 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 18. ചോദ്യം 2. 2 കൊരിന്ത്യർ 10 അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? ഉത്തരം 1. 3 ചോദ്യം. 2 കൊരിന്ത്യർ 10 അധ്യായത്തിൻ്റെ പേരെന്ത്? ഉത്തരം പൗലോസിൻ്റെ ന്യായവധം. 4 ചോദ്യം. അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെയുമെന്ന് നിങ്ങൾ കരുതുന്ന ആൾ എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെ പറ്റിയാണ്? ഉത്തരം പൗലോസ്ലീഹയെ പറ്റി. 5 ചോദ്യം. 2 കൊരിന്ത്യർ അധ്യായം 10 തുടക്കത്തിൽ അപ്പസ്തോലൻ താൻ എന്തിൻ്റെ പേരിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും. 6 ചോദ്യം. ഞങ്ങളെ ഡാഷയെ കരുതുന്ന ചിലരുണ്ട്. അവരെ ധീരമായി നേരിടണമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഉത്തരം ജഡികന്മാരായി. 7 ചോദ്യം. ഞങ്ങളെ ജഡികന്മാരായി കാണുന്നവരെ എങ്ങനെ നേരിടണമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ധീരമായി. 8 ചോദ്യം. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇടവരുത്തരുതേ എന്ന് അപ്പസ്തോലൻ അഭ്യർത്ഥിക്കുന്നത് എന്ത്? ഉത്തരം എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ. 9 ചോദ്യം. ഞങ്ങൾ ജീവിക്കുന്നത് എന്തിലാണെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 10 അധ്യായം 3 പറയുന്നത്? ഉത്തരം ജഡത്തിൽ. 10 ചോദ്യം. ഞങ്ങൾ എങ്ങനെയുള്ള പോരാട്ടമല്ല നടത്തുന്നത് എന്ന് അപ്പസ്തോലൻ 2 കൊരിന്ത്യർ 10 അധ്യായം 3 പറയുന്നത്? ഉത്തരം ജഡീക പോരാട്ടം.